പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് സെപ്റ്റംബർ മാസം 11 തീയതി വ്യാഴാഴ്ച. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10 അധ്യായം 9 വാക്യം. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്ത് പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. യേശു പറഞ്ഞ ഈ വാക്കുകൾ ഞാൻ തന്നെ വാതിലാകുന്നു എന്നത് നമ്മുടെ ഹൃദയം ആഴത്തിൽ സ്പർശിക്കപ്പെടുന്നു. വാതിൽ എന്നത് പ്രവേശനത്തിൻ്റെ മാർഗമാണ്. വാതിൽ തുറന്നാൽ ആശ്രയവും സുരക്ഷയും ലഭിക്കും. വാതിൽ കടന്ന് പ്രവേശിക്കുമ്പോൾ സമാധാനവും വിശ്രമം പ്രാപിക്കാൻ സാധിക്കും. യേശു പറയുന്നു, ഞാൻ തന്നെയാണ് ലോകത്തിനുള്ള ആ വാതിൽ. ക്രിസ്തു ഞാൻ വാതിലാണെന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? യേശു നമ്മുടെ മുമ്പിൽ തുറന്നു നൽകുന്ന ഏറ്റവും വലിയ വാതിൽ രക്ഷയുടെ വാതിലാണ്. യേശുവിലൂടെ അല്ലാതെ രക്ഷയിലേക്കുള്ള മറ്റൊരു വഴിയും ഇല്ല. ലോകം പല വാതിലുകൾ കാണിക്കുന്നുവെങ്കിലും അവയെല്ലാം മരണം തന്നെയാണ് എത്തിക്കുന്നത്. എന്നാൽ യേശുവിലൂടെ കടന്നാൽ മാത്രമേ നിത്യജീവൻ ലഭിക്കുകയുള്ളൂ. യേശു സമാധാനത്തിൻ്റെ വാതിലാണ്. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഭയങ്ങളും വേദനകളും വന്നാലും യേശുവാകുന്ന വാതിൽ കടന്നാൽ ദൈവസമാധാനം നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കും. ലോകം നൽകാത്ത സമാധാനം യേശു നമുക്കായി ഒരുക്കും. യേശു പരിപാലനത്തിൻ്റെ വാതിലുമാണ്. യേശു പറയുന്നു, അകത്തും പുറത്തും കടന്നു ചെല്ലുകയും മേഞ്ഞ് തിന്നുകയും ചെയ്യും. അവിടുന്ന് നമ്മുടെ ആവശ്യങ്ങളെ നിറയ്ക്കുന്ന ഇടയനാകുന്നു. വിശ്വാസിയുടെ ജീവിതം ദിവസവും ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു യാത്രയാകുന്നു. യേശുവാകുന്ന വാതിലൂടെ കടന്നാൽ ജീവിതത്തിൽ സർവ്വസുരക്ഷയും ലഭിക്കും. അത് സ്നേഹത്തിൻ്റെ വാതിലുമാണ്. ലോകത്തിലുള്ള വാതിലുകൾ ചിലപ്പോൾ അടഞ്ഞു കിടക്കും, പക്ഷേ യേശുവിൻ്റെ വാതിൽ ഒരിക്കലും അടയുകയില്ല. അവിടുന്ന് പറയുന്നു, എന്നിലൂടെ കടന്നു വരുവിൻ, ഞാൻ നിങ്ങളെ സ്വീകരിക്കും. യേശുവിൻ്റെ ഹൃദയം തന്നെയാണ് ആ വാതിൽ, എല്ലാവർക്കും തുറന്നു കിടക്കുന്ന സ്നേഹത്തിൻ്റെ വാതിൽ. നമ്മുടെ ജീവിതം പലപ്പോഴും അടഞ്ഞ വഴികളും അടഞ്ഞ വാതിലുകളും നിറഞ്ഞതാണ്. എന്നാൽ ഒരിക്കലും അടയാത്ത ഒരു വാതിലുണ്ട്, അത് യേശുവാണ്. അവിടുത്തെ വഴിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുവാനൊന്നുമില്ല, മറിച്ച് ലഭിക്കുന്നത് രക്ഷയും സമാധാനവും നിത്യജീവനുമാണ്. അത് പ്രാപിപ്പാൻ വെളിപാട് പുസ്തകം 3 അധ്യായത്തിൻ്റെ 20 വാക്യം സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ വാതിൽ യേശുവിന് തുറന്നു കൊടുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നീയാണ് എൻ്റെ രക്ഷയുടെ വാതിൽ. നിന്നിലൂടെ ഞാൻ രക്ഷിക്കപ്പെടുകയും ആത്മീയ സമാധാനവും സമൃദ്ധിയും അനുഭവിക്കുകയും ചെയ്യട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ വാതിൽ തുറന്ന് നീ എന്നിൽ എന്നും പാർപ്പാൻ എനിക്ക് കൃപ തരണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.